ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ഒരു വർക്കാണ്. ഇതിനകത്ത് നമ്മൾ ടാബിളൊക്കെ മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡ്രോ ടാബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെർജ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ടാബിളിനൊക്കെ ഒന്നിച്ച് എങ്ങനെയാണ് കളർ കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു പേജ് എടുത്തു. നമ്മൾ ഫയലിൽ പോയിട്ട് പുതിയൊരു പേജ് എടുത്തു. അപ്പോൾ നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ടൈപ്പ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഇൻസെർട്ടിൽ വന്നിട്ട് നമുക്ക് എത്ര കോളം എത്ര റോ ഉണ്ട് നോക്കണം. അതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് 1 2 ഇവിടെ 16 വരെ എണ്ണിയിട്ട് 17 18 19 20 21 22 23 24 കോളംസാണ് റോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 1 2 3 4 കോളംസും 24 റോയുണ്ട്. താഴത്തേക്കാണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേജ് എടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഇൻസെർട്ടിൽ വന്നിട്ട് ടാബിൾ എടുക്കുക. അപ്പോൾ അതിനകത്ത് കോളം എന്ന് പറയുന്നത് നമ്മൾ 4ആണ്, റോ എന്ന് പറയുന്നത് 24 നമ്മൾ കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഓക്കെ അടിച്ചു. ഓക്കെ, നമ്മുടെ ടാബിൾ ഇത്രയും വലിപ്പത്തിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ? നമുക്ക് ഇതുപോലെ ഈ സീരിയൽ നമ്പർ അതായത് ഇതുപോലെ സീരിയൽ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ നീക്കി കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഭാഗമില്ല, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക, ഇവിടെ നമ്മൾ മെർജ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ മെർജ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ മെർജ് ഓപ്ഷൻ നമ്മൾ എത്ര ലൈൻ ആൻസോ വേണം അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ലേഔട്ടിൽ വന്നിട്ട് മെർജ് എന്ന് കൊടുക്കുക. കേട്ടോ, ഇൻസെർട്ട് മെർജ് സെൽസ് എന്ന് കൊടുക്കുമ്പോൾ 1 ആയി. ഓക്കെ, ഇനി അതിൻ്റെ കഴ്സർ നമ്മൾ സെൻറ്ററിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിന് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഇതിന് നമ്മൾ ഷാഡിങ് കൊടുക്കാനുണ്ട്. ജസ്റ്റ് ഷാഡ് ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ നമ്മൾ ഫോട്ടോ എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ കളേഴ്സ് ടെക്സ്റ്റിൻ്റെ കളേഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീരിയൽ നമ്പറാണ് കൊടുക്കേണ്ടത്. സീരിയൽ നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്തൊക്കെ ഡാറ്റ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡാറ്റ ടൈപ്പ് ചെയ്യാം. ഈ ടെക്സ്റ്റിൻ്റെ കളേഴ്സൊക്കെ നമ്മൾ മാറ്റുന്നത് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഈ കോളംസിൻ്റെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഈ ഫോണ്ട് കളർന്ന് കാണുന്നിടത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കളറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് കളേഴ്സ് കൊടുക്കാം. അതായത് ഇവിടെ ടെക്സ്റ്റ് ഏത് കളറാണോ കൊടുക്കുന്നത് ആ കളറിനെ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സീരിയൽ നമ്പറിൻ്റെ ഈ ഏരിയ നമ്മളിങ്ങനെ ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ലേഔട്ട് മെനുവിൽ വരിക, എന്നിട്ട് മെർജ് സെൽസ് കൊടുക്കുക. ഓക്കെ, മെർജ് സെൽസായി. ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഹെഡിങ്സൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ വർക്കിൽ എങ്ങനെ ചെയ്ത് നോക്കാം. ടൈപ്പിംഗ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഓക്കെ, ഇവിടെ നമ്മൾ 16ാമത്തെ ഇതിലാണ് നമ്മൾ മെർജ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 16ൽ മെർജ് ചെയ്യണം. ഇനി നമ്മളിവിടെ ഡ്രോ ടാബിൾ വെച്ചിട്ട് എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഡ്രോ ടാബിൾ എടുത്തതിന് ശേഷം നമ്മൾ വേണ്ട ഭാഗത്ത് നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാം. എത്ര കള്ളികളാണോ നമുക്ക് വേണ്ടത് ആ കള്ളികൾ നമുക്കിങ്ങനെ വരച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, കണ്ടോ? ഡ്രോ ടാബിൾ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം നമുക്ക് എറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എറേസർ ടൂൾ ഉണ്ട്. ഈ എറേസർ ടൂൾ വെച്ചിട്ട് നമുക്ക് ഈ വേണ്ടാത്ത ഈ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് എറേസർ ടൂൾ തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്താൽ എറേസർ പോകുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇത് നമ്മൾ മെർജ് സെൽസ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. എൻ്റർ അടിച്ചാൽ ആ കള്ളി ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താവുന്നതാണ്, നീങ്ങുന്നതാണ്.
ഇതിന് നമ്മളിപ്പോൾ സെൻറ്ററിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹോം മെനുവിൽ വന്നിട്ട് നമ്മൾ അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. സെൻറ്ററിലോട്ട് പോയി നമുക്ക് ഇവിടെ ഒരു ലൈനും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ റൈറ്റിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, റൈറ്റിലോട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു കള്ളി അണ്ടടിക്കുക തെറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കൂടെ സെലക്ട് ചെയ്യുക. അതിന് ശേഷം ടേബിൾ ടൂൾസിനകത്ത് വന്നിട്ട് ലേഔട്ടിനകത്ത് മെർജ് സെൽസ് എന്ന് കൊടുക്കുക. മെർജ് സെൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അതിൽ എൻ്റർ ചെയ്താൽ നമുക്ക് ഈ ഒരു കള്ളിയിൽ നമുക്ക് എന്ത് വരുന്നതാണ്. ഓക്കെ, ഇതിന് നമുക്ക് സെൻറ്റർ അലൈൻമെൻ്റ് ഒക്കെ ചെയ്യാം. ഹോം മെനുവിൽ വന്നിട്ട് അലൈൻമെൻറ്റ് സെൻറ്റർ. ഓക്കെ, ഇതിനെ നമുക്ക് ജസ്റ്റ് ഇൻഡൻറ്റ് നീക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാബിൾ ഈ ഒരു രീതിയിൽ നമ്മൾ മെർജ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ ഡ്രോ ടാബിൾ കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഷെയ്ഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻറ്ററിലോട്ട് ഇട്ടിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഷെയ്ഡിങ് കൊടുക്കുക. ഈ ഷെയ്ഡിങ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷെയ്ഡിങ്. ഓക്കെ, ഷെയ്ഡ് വന്നു. ഇതിൻ്റെ ടെക്സ്റ്റിന് നമ്മൾ ഫോണ്ട് വൈറ്റാക്കി കൊടുക്കുക, ഫോണ്ട് കളർ. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മളിവിടെ മെർജ് ഓപ്ഷൻ യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഡ്രോ ടാബിൾ യൂസ് ചെയ്തു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ എറേസർ ടൂൾ എടുത്ത് ഇവിടെ കളഞ്ഞു. ഇവിടെ നമ്മൾ മെർജ് ചെയ്തിട്ട് എൻ്റർ അടിച്ചതാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ടാബിളിൻ്റെ കളർ എങ്ങനെ ഒന്നിച്ച് കളർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലേഔട്ട് മെനുവിൽ വന്നിട്ട് ഡിസൈനിൽ വന്നിട്ട് നമുക്ക് ഇവിടെ കാണാം ബോർഡേഴ്സ് എന്ന് കാണാം. ഈ ബോർഡേഴ്സിനകത്ത് ബോർഡർ ഷേഡിങ്ങിൽ വരിക. അതിനകത്ത് പേജ് ബോർഡർ എടുക്കുക. ഈ പേജ് ബോർഡറിനകത്ത് കാണാം നിങ്ങൾക്ക് ഇവിടെ ബോക്സ് എന്ന് കാണാം. ഈ ബോക്സിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് വ്യൂ കാണാം. അതിന് ശേഷം നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നു. കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ കളർ വേണ്ടത് അത് അപ്ലൈ ചെയ്യുക, ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പേജ് ബോർഡറാണ് അപ്ലൈ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഈ ടാബിളിനകത്ത് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ ലേഔട്ടിനകത്ത് പേജ് ബോർഡർ ഷേഡിങ്ങിൽ വരിക. എന്നിട്ട് ബോർഡേഴ്സിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ഇപ്പോൾ എന്തായി, നമ്മുടെ ഈ ഒരു ടാബിളിൻ്റെ കളേഴ്സും കൂടെ കളർഫുള്ളായി, ബ്ലൂ കളറിൽ വന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പേജ് ബോർഡറിൻ്റെ അടുത്തേക്ക് ഇതിനെ നമുക്ക് കറക്റ്റാക്കി വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമുക്ക് ഈ പേജ് ബോർഡറിന് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഇത് നീക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടാബിള് കറക്റ്റായിട്ട് വന്നു. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഇതുപോലുള്ള മാറ്ററുകളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ടാബിളുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടാൽ ഉടനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് പുതിയ വീഡിയോകൾ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ വർക്കുമായിട്ട് വരാം. ബൈ.